കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 30 വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ. മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരകുണ്ട് റോഡ്, കാളികാവ്. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന സ്ത്രീകളോട് ഒരു സംഘം കാറിലെത്തി അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി. പലതവണ ഇതുവഴി വന്ന് ഇത്തരത്തിൽ ശല്യം ചെയ്തതായും സ്ത്രീകളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി ഭാരവാഹികൾ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. കേന്ദ്രം ഗ്രാമപ്രദേശത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം സ്വിഫ്റ്റ് കാറിലെത്തിയ ഒരു സംഘം യുവാക്കൾ സമരപന്തലിലെ സ്ത്രീകളോട് മോശമായി പെരുമാറിയതായി പരാതിയിലുള്ളത്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ താക്കീത് ചെയ്തെങ്കിലും സംഘം പിന്നീട് പലതവണ സമാന രീതിയിൽ ഉപദ്രവം തുടർന്നതായി പരാതിയിലുണ്ട്. കുത്തിരിപ്പ് സമരമാണ് ജനകീയ സമരസമിതിയുടെ കീഴിൽ ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ ആർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്തു പോണത്. പക്ഷേ കുറേ ദിവസമായിട്ട് 3 മണി മുതൽ 6:30 വരെ സ്ത്രീകളാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. സ്ത്രീകളുടെ അടുത്തേക്ക് ആണുങ്ങൾ മദ്യം വാങ്ങാൻ വരുന്ന ആണുങ്ങൾ മദ്യപിക്കാൻ വേണ്ടി വീണ്ടും വരുന്ന സമയത്ത് അവർക്ക് ഈ സ്ത്രീകളോട് പക തോന്നുകയും പല രീതിയിൽ അവരോട് മോശമായി കണ്ട് പെരുമാറുകയും എല്ലാം ചെയ്യലുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യത്തെ ഒരു ആഴ്ചയൊന്നും ഞങ്ങൾ വല്ലാതെ അത് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഒരു വണ്ടിയിൽ ഒരു സ്വിഫ്റ്റ് കാറിൽ വന്നിട്ട് ആദ്യം അവർ പോയിക്കാണ്ട് സ്ത്രീകളോട് പല അനാവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു വന്നു. പോലീസ് അവിടെ ഉള്ള സമയത്താണ് 2-3 പോലീസ് അവിടെ ബീവറേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ കാവലുള്ള സമയത്താണ് ഇവർ തിരിച്ചും വരുന്നത്. തിരിച്ചു വന്നുകൊണ്ട് ഇവർ നല്ല മദ്യലഹരിയിലാണ്. വന്നു കഴിഞ്ഞാൽ സ്ത്രീകളോട് വളരെയധികം മോശകരമായ രീതിയിൽ സംസാരിക്കുകയും ആംഗ്യഭാഷയിൽ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആംഗ്യഭാഷകളൊക്കെയാണ് സ്ത്രീകളോട് അവർ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഞങ്ങൾ ഈ സമരപ്പന്തൽ അവിടെ ഇല്ല എങ്കിൽ ഞങ്ങൾ മക്കൾ സ്ഥിരമായിട്ട് 4 മണി കഴിഞ്ഞ് 6, 6, 7 മണിൻ്റെ ഉള്ളിൽ ആ വഴിയിലൂടെ വരുമ്പോൾ ഒരു പഞ്ചായത്ത് വഴിയാണ്, ആ വഴിയിലൂടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ ആരും വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടല്ല, ഇവരൊക്കെ സ്വയം ഇഷ്ടപ്രകാരം സമരത്തിൽ വന്ന് പങ്കെടുക്കുകയാണ്. കാരണം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഞങ്ങളെ സ്കൂൾ കുട്ടികൾക്ക് ആ വഴി നടക്കാനൊരു സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോയിക്കാണ്ട് കുത്തിരിപ്പ് സമരം സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇരിക്കുന്നത്. പക്ഷേ കാര്യപ്പെട്ട അധികാരികളോ ആരും, ഞങ്ങൾ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ അടുത്ത് എന്നതാണ്, അതുപോലെ എല്ലാ വകുപ്പിലും ഞങ്ങൾ ചെന്നിട്ടുണ്ട്. പക്ഷെ ആരും ഇതിനൊരു നടപടി സ്വീകരിക്കില്ല. അധികാരികൾ ഈ വിഷയത്തിനെ പറ്റി കണ്ണു തുറക്കണമെന്നല്ല. സ്ത്രീകളടക്കം വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് പരാതി നൽകിയത്. സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസ് തക്ക നടപടി എടുക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. ഓണം പ്രമാണിച്ച് VPT സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ. VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം.